ചോദിക്കുന്നത്. അത് ശരി പോയി എല്ലാം പോയി. ഓണസ്റ്റായിട്ട് പറയണ, വെറുതെ ഒരു വീഡിയോക്ക് വേണ്ടി പറയണതല്ല. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണ് തമ്പനയിലും ടൈറ്റിലൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഷോർട്സ് വീഡിയോ ഒക്കെ ഇടുമ്പോഴത്തേക്ക് അതിനകത്ത് മെയിനായിട്ട് വന്ന കമൻറ്റ് എന്ന് പറയുന്നത് ഞാൻ എന്താ പഠിക്കണമെന്നാണ്. ഞാൻ എന്താ ചെയ്യണമെന്ന്. അതിന് കാരണം നമ്മൾ കോളേജ് വീഡിയോസും അതുപോലത്തെ വീഡിയോസൊക്കെയാണ് ഇടുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന്. അത് ഞാൻ എന്താ പഠിക്കണമെന്ന് മാത്രമല്ല, എൻ്റെ കോളേജ് എങ്ങനെയുണ്ട്, ഞാനിപ്പോൾ ഫൈനൽ ഇയർ ആണ്, അപ്പോൾ ഇതുവരെ പഠിച്ചത്, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്, അപ്പോൾ അതൊക്കെ ഒന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ ലോങ് വീഡിയോ ചെയ്ത് അങ്ങനെ അധികം പരിചയമില്ല. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. ഞാൻ അതൊക്കെ തിരുത്തിയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം. ശരി, എല്ലാം പോയി. ഓക്കെ, അപ്പോൾ എൻ്റെ കോളേജ്. അപ്പോൾ ഞാൻ എന്താ പഠിക്കണമെന്ന് വെച്ചാൽ, ഞാൻ പോളിടെക്നിക്കാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഫൈനൽ ഇയർ. പോളിടെക്നിക് എന്ന് പറഞ്ഞാൽ ഡിപ്ലോമ ഇൻ എൻജിനീയറിങ്ങിന് ഡിപ്ലോമയാണ്. ഇപ്പോൾ ഫൈനൽ ഇയർ ആയി. ഇനിയിപ്പോൾ കുറച്ച് നാളും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത്. അപ്പോൾ അതാണ് മെയിനായിട്ട് എല്ലാവരും ചോദിക്കണ ക്വസ്റ്റ്യൻ. അത് ഞാൻ ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ ഞാൻ ഫസ്റ്റ് +2 കഴിഞ്ഞിട്ട് ഡിഗ്രിക്കാണ് പോയത്. എന്നിട്ട് അത് നിർത്തിയിട്ടാണ് ഇതിൽ ജോയിൻ ചെയ്തത്. എനിക്ക് ഫസ്റ്റ് സ്പോട്ട് അഡ്മിഷൻ കിട്ടിയത് കായംകുളത്തുള്ള വുമൻസ് പോളിടെക്നിക് കോളേജിലാണ്. ഞാൻ ഫസ്റ്റ് സ്പോട്ട് അഡ്മിഷൻ എടുത്തിട്ട് ഫസ്റ്റ് ഇയർ അവിടെ പഠിച്ചത്. ഫസ്റ്റ് ഇയർ കഴിയാറായപ്പോഴാണ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ വെച്ചിട്ട് ഇവിടെ വന്ന് പഠിക്കുക. കാരണം എറണാകുളമാണ് എൻ്റെ വീട്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ വീട്ടിൽ നിന്ന് പോയിട്ട് വരാമല്ലോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന് ഇപ്പോൾ മുതൽ എൻ്റെ അടുത്ത് ഇപ്പോൾ കൂടെ പഠിക്കുന്ന പിള്ളേർ വയ്ക്കുന്നുണ്ട്, ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ പോളിയാണോ ഇവിടുത്തെ പോളിയാണോ നല്ലത്, ഞങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ എൻ്റെ അടുത്ത് സ്ഥിരം ചോദിക്കണതാണ് മിക്കവരും. അപ്പോൾ ഞാൻ വിചാരിച്ച് അതൊക്കെ കൂടി ഒരു വീഡിയോ അങ്ങോട്ട് ചെയ്യാമെന്ന്. അപ്പോൾ എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ കോളേജ് അടിപൊളിയാണ്, സെറ്റാണ്, വൈബാണ്. അയ്യോ എന്താ പറയുക, പക്ഷേ കുറച്ച് സ്ട്രിക്റ്റാണ്. നമുക്ക് എന്താ പറയുക, ഒരു ഡിഗ്രി അല്ലെങ്കിൽ ആർട്സ് കോളേജ് പോലത്തെ ഇത്ര ഇതൊന്നും ഇല്ല. ഒരു പ്രൊഫഷണൽ കോളേജ് ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു ഇതുണ്ട്. സ്ട്രിക്റ്റാണ് കുറച്ച്. നമ്മളിപ്പോൾ ലാബാണെങ്കിലും ഇതാണെങ്കിലും ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ്. അതാണ് ഒരു ചെറിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. പക്ഷേ ബാക്കിയൊക്കെ അടിപൊളിയാണ്. അവിടുത്തെ പോളിയിൽ നിന്ന് ഇവിടുത്തെ പോളിയിലേക്ക് വന്നപ്പോൾ എൻ്റെ മെയിനായിട്ടുള്ള എൻ്റെ ഒരു പേടി അല്ലെങ്കിൽ മെയിനായിട്ടുള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യാനാണ്. ഞാനിങ്ങനെ ഫ്രണ്ട്സിനെ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്താ പെട്ടെന്ന് കമ്പനി ആവുക, അതൊക്കെ കുറച്ച് പുറകോട്ടാണ്. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാനിപ്പോൾ ഓൾറെഡി ഒരു കോളേജിൽ ഫസ്റ്റ് ഇയർ ഒരുവിധമൊക്കെ ആയി വന്നിട്ടാണ് പിന്നെ വേറെ കോളേജിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ പിന്നെ ഫസ്റ്റ് മുതലേ ഇനി ഫ്രണ്ട്സിനെ ക്രിയേറ്റ് ചെയ്ത് ഫ്രണ്ട് സർക്കിളൊക്കെ ക്രിയേറ്റ് ചെയ്ത് പറഞ്ഞു പോലാന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടാണ് ആ ഒരു കാര്യമാണ് എൻ്റെ മൈൻഡിൽ ഫുള്ള്. പക്ഷേ ഞാൻ അവിടെ വന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരായിട്ടും ഭയങ്കര കമ്പനിയായി. ഇപ്പം എൻ്റെ ഫ്രണ്ട് സർക്കിളല്ല, അല്ലാതെ തന്നെ എല്ലാ ഫ്രണ്ട്സായിട്ട് എല്ലാ പിള്ളേരായിട്ട് ഭയങ്കര കമ്പനിയായി. കാരണം അത്രയ്ക്ക് ഫ്രണ്ട്സ് എന്താ പറയുക, നമ്മൾ വേറൊരു പോളിയിൽ നിന്ന് വന്നിട്ട് പെട്ടെന്ന് പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ഇതാക്കണ പോലെ അല്ല, കൂടെ പഠിച്ച ഒരു വൈബിൽ തന്നെയാണ് എല്ലാവരും പെരുമാറിയിട്ടുള്ളത്. അതെൻ്റെ എന്താ പറയുക, ഭയങ്കര അതാണ് സത്യം പറഞ്ഞാൽ അതാണല്ലോ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നത് നമുക്ക്. അപ്പം അത് പെട്ടെന്ന് തന്നെ സെറ്റായപ്പോൾ ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഈ സ്ട്രിക്റ്റൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഉള്ളൂ എന്ന് അങ്ങോട്ട് വിചാരിച്ച്. അതുകൊണ്ട് അതൊക്കെ തന്നെയാണ് ഞാൻ അവർ ചോദിക്കുമ്പോഴും പറയാറ്. എനിക്ക് ഫ്രണ്ട്സിൻ്റെ ഒരു ഇത് ഇവിടെയാണ് എനിക്കിപ്പോൾ അത്ര ഇഷ്ടപ്പെട്ടതൊക്കെ. അതൊക്കെ ഞാൻ പറയാറുണ്ട് അവരുടെ അടുത്ത്. ഇനി എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുമ്പോൾ അതിപ്പോൾ അവരാണ് മെയിനായിട്ട് ചോദിക്കുന്നത് കേട്ടോ. അതിലൊരു കൊച്ചാണ് എപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കണം, നമ്മുടെ സ്വഭാവം ഞങ്ങളെങ്ങനെയുണ്ട്, ഞങ്ങളുടെ സ്വഭാവം എങ്ങനെയുണ്ട്, നിനക്ക് എങ്ങനെയാണ് ഇവിടുത്തെ ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് നിനക്ക് തോന്നുന്നതെന്നൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. അവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. നമ്മൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, കോളേജ് മൊത്തമായിട്ട് ഇപ്പോൾ ഫൈനൽ ഇയർ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഭയങ്കര സപ്പോർട്ടാണ്. എനിക്കിപ്പോൾ യൂട്യൂബിലാണെങ്കിൽ ഞാൻ അവരോടാണ് ഫസ്റ്റ് പറഞ്ഞത്. ബാക്കി എല്ലാവരോടും പോലും ഞാൻ 1K സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. അവരോട് മാത്രമേ ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുള്ളൂ. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, കംഫർട്ട് എനിക്ക് ഫീൽ ആയതുകൊണ്ടാണ് ഞാൻ അവരോട് മാത്രമായിട്ട് പറഞ്ഞത്. നല്ലൊരു ഫ്രണ്ട്സാണ്. ഒരു എന്താ പറയുക, ഫേക്ക് ഫ്രണ്ട്സിൻ്റെ ജനറേഷനിൽ എനിക്ക് കിട്ടിയത്. ഫേക്ക് ഫ്രണ്ട്സൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഗൈസ്. അതൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് കിട്ടിയേക്കണത് ഇതിപ്പോൾ മറ്റേ സിനിമയിലെ ഡയലോഗ് പറഞ്ഞ പോലെയാണ്, ഞാൻ പലർക്കും
എന്താ പറയുക അവസരം കൊടുത്തിട്ടുണ്ട്, അവരൊക്കെ എന്നെ ചതിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നാളെ എന്താവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യണത്. ഞാനത് ഹോണസ്റ്റായിട്ട് പറയണത്, വെറുതെ ഒരു വീഡിയോക്ക് വേണ്ടി പറയണതല്ല, ഇതാക്കി തന്നെ പറയണതാണ്. പിന്നെന്തുവാണ് കോളേജിനെ പറ്റി പറയുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് പഠിക്കാനുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ഈ കോളേജിനെ പറ്റി പറയുന്ന വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പോളിടെക്നിക്കിൽ ചേരാൻ ഉദ്ദേശം ഉണ്ടായിട്ടുള്ള ആരെങ്കിലും ആണ് ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് പഠിക്കാനുണ്ടാവും. നമുക്കങ്ങനെ ഒരു ആർട്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർട്സ് കോളേജിൻ്റെ ആ ഒരു ഇത് ഇവിടെ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ലാബ് ഉണ്ടാവും, അസൈൻമെൻറ്റ് ഉണ്ടാവും, എന്താ പറയുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. അതൊക്കെ വില്ലിങ് ആണെങ്കിൽ മാത്രമേ ഈ കോഴ്സിലേക്ക് വരാം. കോഴ്സ് അടിപൊളിയാണ്, നല്ലൊരു കോളേജ്, പ്ലേസ്മെൻ്റൊക്കെ അത്യാവശ്യമുള്ള കോളേജും കോഴ്സൊക്കെ നോക്കി എടുത്തു കഴിഞ്ഞാൽ കോഴ്സ് അടിപൊളിയാണ്, സ്കോപ്പൊക്കെ ഉണ്ട് അത്യാവശ്യം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഒരു എന്താ പറയുക ഫ്രണ്ട് സർക്കിളിനൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരാളെ സംബന്ധിച്ച് ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് ഒരു ഇത് വന്നപ്പോൾ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പം മെയിനായിട്ട് എൻ്റെ അടുത്ത് ഞങ്ങൾ എങ്ങനെയുണ്ട് അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നത് എൻ്റെ നമുക്കൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവില്ല, അവരാണ്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളൊപ്പം. നമ്മൾ വഴക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്, ഞാനാണ് മെയിനായിട്ട് വഴക്കുണ്ടാക്കാൻ കാരണവും ഞാനാണ് മെയിനായിട്ട് വഴക്കുണ്ടാക്കുക. പക്ഷെ നമ്മൾ എങ്ങനെയെങ്കിലും അതൊക്കെ സോൾവ് ചെയ്ത് തരാൻ ഒരാളുണ്ടാവും. അങ്ങനെയാണ് ഒരാളിപ്പോൾ എൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ മാത്രമേ ഇങ്ങനെ വഴക്കുണ്ടാക്കാറുള്ളൂ ഇടക്ക്. പക്ഷെ എന്നാലും വേറൊരാൾ വന്നിട്ട് അത് സോൾവ് ആക്കി തരും. ഞാൻ ആരാണെന്നൊന്നും പറയണില്ല, ഇനിയിപ്പോൾ അവരുടെ പേര് പറഞ്ഞതെന്നും പറഞ്ഞ് എനിക്ക് ഇനി എപ്പോൾ നാളെ പൊങ്കാല കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ആരോടൊന്നും പറയാനുള്ളൂ. ഇപ്പോൾ വീഡിയോ അവർ കാണുമ്പോൾ മനസ്സിലായിക്കോളും. പിന്നെ എന്തൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്, ഞാൻ കുറേയൊക്കെ പറയണമെന്നൊക്കെ വിചാരിച്ച സത്യം പറഞ്ഞ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പം എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല, അതാണ് ഒരു സംഭവം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഫ്രണ്ട്സിനെ പറ്റി പറയാനുള്ളത്. മൊത്തത്തിൽ അവർ പൊളിയാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൊക്കെ ഞാൻ എൻ്റെ മുന്നത്തെ ഫ്രണ്ട്സൊക്കെ എനിക്ക് കംഫർട്ട് സോണും കിട്ടണില്ല, അല്ലെങ്കിൽ അവർ എനിക്ക് സപ്പോർട്ട് തന്നുന്നില്ല എന്നല്ല ഞാൻ പറയണത്. കോളേജ് ലൈഫിൽ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കോളേജ് ലൈഫിൻ്റെ കാര്യമായിട്ട് ഞാൻ പറയണത്. ഞാൻ ഈ വീഡിയോയിലും കോളേജിൻ്റെ ആ ഒരു ഇതാണ് ഞാൻ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യണത്. എൻ്റെ 10th കൂടെ പഠിച്ച പിള്ളേരൊക്കെ എൻ്റെ ഒപ്പം ഇപ്പോഴും ഉണ്ട്. ഭയങ്കര എന്താ പറയുക, ഞങ്ങൾ ആ ഒരു 10th ആ ഒരു ഇതിൽ തന്നെ ഇപ്പോഴും ഉണ്ട്. അപ്പം അങ്ങനെയല്ല ഞാൻ പറയണത്, കോളേജിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് അല്ല നമ്മൾ പറയണത്. അതുകൊണ്ട് അവരെ പറ്റി മാത്രമാണ് ഞാൻ പറയണത്. ഇപ്പോൾ ഞാനിപ്പോൾ പഠിക്കുന്നത് ഡിപ്ലോമ ഇൻ എൻജിനീയറിംഗ്, പോളിടെക്നിക് ഫൈനൽ ഇയർ, ഇലക്ട്രോണിക്സ് എൻജിനീയറിംഗ് ആട്ടെ. ഞാൻ നേരത്തെ ബ്രാഞ്ച് ഏതാണെന്ന് പറഞ്ഞില്ല. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് കോളേജിനെ പറ്റിയൊക്കെ. ഓവറോൾ നോക്കുവാണെങ്കിൽ ഒന്ന് കഷ്ടപ്പെടാനുണ്ടെങ്കിൽ ഒരു അടിപൊളി കോഴ്സാണ്. പിന്നെ എന്താ പറയുക, ബാക്കി എല്ലാ കാര്യം കൊണ്ടും അടിപൊളിയാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ടൈപ്പ് വീഡിയോസൊക്കെ ഞാൻ ചെയ്യണം എന്നാണ് സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയാം. എനിക്കങ്ങനെ വലിയ ലോങ് വീഡിയോയിൽ എനിക്കങ്ങനെ എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. അപ്പോൾ ലോങ് വീഡിയോ കൂടുതലായിട്ട് ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. അതൊക്കെയാണ് എനിക്ക് എൻ്റെ ഒരു കോളേജ് ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുവാണെങ്കിൽ. അപ്പോൾ ഇനി നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും വേറെ വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.